വിവിധതരം കാളകളുടെയും പശുക്കളുടെയും പരിപാലന ഇടമാണ് ഇഷയിലെ ഗോശാല. ഏതാണ്ട് 750ഓളം ഗോക്കളാണ് ഇവിടെ വസിക്കുന്നത്. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഗോശാലയിലെ പാലെല്ലാം ആശ്രമത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ഈ മനോഹരമായ ഗോശാലയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഈ ഗോശാലയിലെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ അടുത്തുള്ളത്. ആദ്യ ആൾ ഈ കാണുന്ന പോലെ ഒന്നുമില്ല, ഭയങ്കര അഗ്രസീവ് ഒക്കെ ആയിരുന്നു. പിന്നെ സദ്ഗുരു ബോലെന്ന് പേരിട്ട് ഭയങ്കര കാമാക്കിയതിന് ശേഷം ഇപ്പം എല്ലാവരും ഭയങ്കര സെൻറ്റർ ഓഫ് അട്രാക്ഷനായി മാറിയിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ ഈ ഗോശാലയിലുണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമുക്കിപ്പോൾ ഇഷ ഗോശാലയിൽ ഏകദേശം 10-25ഓളം ബ്രീഡുകളുണ്ട്. എല്ലാം നമ്മുടെ ഇന്ത്യയിലെ പല പല സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുള്ള ബ്രീഡുകളാണ്. കാങ്കയം, കാങ്കരേജ്, ഗിർ, തർപ്പാക്കർ. അപ്പം ഇങ്ങനെ കുറേ പശുക്കളുടെ ബ്രീഡുകൾ നമുക്ക് ഇഷ ഗോശാലയിലുണ്ട്. நம்மகிட்ட டோட்டல் 24 பிரீட் இருக்கும். இந்த இதில் ஃபுல்லாக அதெல்லாம் கடைசியிலேருந்து இந்த கடைசியாக உள்ள எல்லாம் நம்ம எஸ்டார்ட் பூல்ஸ் தான் மட்டும்தான் இருக்கும். இது வெச்சூர் மாடு, வெச்சூர் பேர் பிரீடு. இந்த இது பசு மாடு, இது பசு மாடு. இது வெச்சூர், இது மலைநாட்டு கீடா. லாஸ்ட் அது இருக்குதுன்னா அது ஹலிகார், அந்த ஸ்டார்ட் புல்ஸ் ஹலிகார் ப்ரீடு. இது அங்குல் தள்ளிப்பா, இது அங்குல் தான். இது தார்பார்கர், இது ஆலம்பாடி இந்த ப்ரீடு. இந்த ரெண்டு தொண்டை மாடு, இந்த ரெண்டு தொண்டை மாடு தான். 1996 സദ്ഗുരു ആണ് ഈ ഇഷ ഗോശാല സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഈ നേറ്റീവ് ബ്രീഡിനെ എല്ലാം സംരക്ഷിക്കണം എന്നുള്ളൊരു ഇതിലാണ് ഇഷ ഗോശാല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഞങ്ങൾ ഈ ഗോശാല തുടങ്ങുമ്പോൾ ആദ്യം 4 പശുക്കളെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമുക്ക് ഏകദേശം 720 മാടുകളുണ്ട് ഇവിടെ. അത് ഒരു 10ഓളം സ്റ്റേറ്റിൽ നിന്നുള്ള മാടുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഈ സദ്ഗുരു എപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബ്രീഡിനെ എല്ലാം പ്രിസർവ് ചെയ്യേണ്ടതെന്ന്. ഈ പശുക്കളിൽ നിന്നുള്ള ഈ പാലുകൾ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ, അതായത് പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുവാണെങ്കിൽ ആ അസുഖങ്ങളെക്കുറിച്ച് ഈ പശുക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് തന്നെ മനസ്സിലായിട്ട് അവറ്റകൾ വെളിയിൽ മേയ്ക്കാൻ വിടുന്ന സമയത്ത് അതിന് മരുന്നായിട്ടുള്ള ചെടികൾ കണ്ടുപിടിച്ചത് കഴിക്കും. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ല ഇവിടെ. പാലുണ്ടാക്കുന്നു വിൽക്കുന്നു ഉള്ളതല്ല ഇവിടുത്തെ മെയിൻ കാര്യം. ഇവിടുത്തെ ഏറ്റവും പുതിയ താമസക്കാരാണ് ഈ കാണുന്നത്. ഇത് വെച്ചൂർ കുഞ്ഞുങ്ങളാണ്, കിടാങ്ങൾ. ഇപ്പോൾ ഇതിന് ഒരു 6 ദിവസം പ്രായമായി എന്നാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറയുന്നത്. കണ്ടില്ലേ, 2 പേരുണ്ട്, 2 പുതിയ ആൾക്കാർ. ഇതൊക്കെ പിന്നെ കുറച്ച് മാസങ്ങളും ദിവസങ്ങളും ആയിട്ടുള്ള കുട്ടി പല പല ബ്രീഡിലുള്ള ആൾക്കാരാണ്. ഹലോ,
ഹായ്. இந்த மாடோட ஸ்பெஷாலிட்டி என்ன? இந்த மாடு என்னென்னா இது ப்ரீடு, இது பேர் புலிக்குளம். இந்த மாடு எல்லாம் நாட்டு மாடு தான், ரொம்ப டேஞ்சர். புலிக்குளம்னா இது என்ன ஆக்சுவலி ஜல்லிக்காட்டை யூஸ் பண்ணுவார். இவருக்கு அவுத்து விட்டுறேன்னா உடனே இவருக்கு பிடிக்க முடியாது. கன்ஃபார்ம் இவருக்கு பிடிக்கணுன்னா 5லேருந்து 6 பேர் வேணும். இவருக்கு இப்படி கயிறு வச்சு நம்ம வேறு எங்கே கொண்டு போகிறோன்னா 2 சைடில் 2 கயிறு போட்டு ஒரு கயிறில் 2 ஆள் வேணும். மொத்தம் 4 பேர் வேணும். இப்படி தான். இது இது காளை மாடு. பசுமாடு நம்ம உள்ளுக்குள்ளே இருக்கும். அதுவும் நாடு மாடு. கயிறு போதுமா? இப்போதைக்கு கயிறு போதும். ஏன்னா இப்போ கட்டி வச்சிருக்கிற அதனால இப்படி இருக்கும். ஏன்னா இவர் கட்டி வச்சுன்னா அங்கேயே கட்டி வச்சிருக்க இவர் எங்கேயுமே போக முடியாது. நம்ம கையில் கொண்டு போகும்போது டைம் 2 பேர் 4 பேர் வேணும் 2 சைடு. ஏன்னா ஓட்டிட்டு போயிடுவார். பசுமாட்டுக்கே அது பால் ரொம்ப இது டேஸ்ட் இருக்கும், அந்த நாடு மாடு இந்த பால். அதனால ஆக்சுவலி இது தமிழ்நாடு வேறு எங்கேயுமே இந்த மாடுக்கு ஜல்லிக்கட்டு தான் யூஸ் பண்ணுவார். என்னொன்று இது ரொம்ப அமைதியாக இருக்கும். இது எங்கேயுமே யார்கிட்ட சண்டைக்கு போகாது. இது ஒம்பலாச்சேரி. இது தமிழ்நாடு பீரியட் எல்லாத்துக்கும் தெரியும். காங்கேயம் இதுதான் நம்மகிட்ட மாட்டு மண்ணில் ஸ்பெஷலிஸ்ட் மாட்டு. இதுதான் காங்கேயம் காரம் காளாய். காரம் பசு இருக்கிறதுனா நம்மகிட்ட காரம் காளாய் இருக்கும். ഇപ്പം നമ്മൾ പണ്ടത്തെ വീടുകളിലൊക്കെ തറയിൽ ചാണാൻ തളിക്കുന്നുണ്ട്. അതായത് പോസിറ്റീവ് എനർജി അട്രാക്ട് ചെയ്യാനായിട്ടുള്ളതും പിന്നെ കുറേ അസുഖങ്ങളൊക്കെ ക്യൂർ ചെയ്യാനായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഈ ചാണകത്തിനും യൂറിനും എല്ലാം ഉണ്ട്.